എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സെറ്റിന്റെ കൊമേഴ്സിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന 28-ാം തീയതി, ജൂലൈ 28-ാം തീയതി സെറ്റ് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രീവിയസ് ഇയർ പേപ്പറിലത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ വളരെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ് നമ്മൾ നോക്കുന്നത്. മാച്ച് ദ ഫോളോയിങ്ങില് നമുക്കറിയാവുന്നതാണ്, ഈ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 FW ടൈലർ, 2 ഹെൻറി ഫയോൾ, 3 എൽട്ടൺ മേയോ, 4 എബ്രഹാം മാസ്ലോ. ഇവരുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ തന്നെ നമുക്ക് 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് റൈറ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് FW ടൈലർ അല്ലെ. FW ടൈലറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആരാണ് FW ടൈലർ? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അല്ലെ. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആരാണ്? FW ടൈലർ ആണ്. രണ്ടാമത്തെ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക ഹെൻറി ഫയോളിനെ കുറിച്ചിട്ട്. പ്രത്യേകിച്ച് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എല്ലാവരും ഡിസ്കസ് ചെയ്ത് പഠിച്ചു കാണും. അപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ഹെൻറി ഫയോൾ. അതിന്റെ ആൻസർ വരുന്നത് 4th വൺ ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ദെൻ തേർഡ് വൺ എൽട്ടൺ മേയോ. എൽട്ടൺ മേയോ റൈറ്റ് ഓപ്ഷൻ വരുന്നത് ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെന്റ്. അപ്പൊ നേരെ തിരിച്ചു നമ്മളോട് ചോദ്യം ചോദിക്കാം, who is known as the father of human relations management? The right answer is Elton Mayo. Okay, option C ന്റെ ആൻസർ ഇതാണ് വരുന്നത്. Then fourth one എബ്രഹാം മാസ്ലോ. നമ്മൾ കേട്ടിട്ടുണ്ടാവും മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അപ്പൊ തന്നെ നമുക്ക് അതിൽ നിന്ന് ഉത്തരം കിട്ടി അല്ലെ. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, 5 നീഡ്സ് അല്ലെ. അക്കോർഡിംഗ് ടു മാസ്ലോ, എബ്രഹാം മാസ്ലോ പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയ്ക്ക് അവർക്ക് 5 നീഡ്സ് ആണ് ഉള്ളത്. അതാണ് നീഡ് ഹൈറാർക്കി തിയറി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്നുകൂടി നോക്കാം. FW ടൈലർ, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് ആപ്റ്റ് ആയിട്ട് പറയാം. അപ്പൊ ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. Then Elton Mayo, known as father of human relations management. Last one, Abraham Maslow. Abraham Maslow's need hierarchy theory, 5 needs of hierarchy. അതാണ് മാസ്ലോവിന്റെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അടുത്തത് എന്താണ് പറയുന്നത്? ബാർഗെയിനിങ് പവർ ഓഫ് എ ബയർ ഈസ് നോട്ട് പവർഫുൾ വെൻ. എപ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ബാർഗെയിനിങ് പവർ ഓഫ് എ ബയർ ഈസ് പവർഫുൾ. എപ്പോഴൊക്കെയാണ് നോട്ട് പവർഫുൾ അല്ലെ. ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് നോട്ട് പവർഫുൾ എന്നാണ്. എപ്പോഴാണത്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സപ്ലയേഴ്സ് ആർ ഇൻ മോർ നമ്പർ. ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ the cost of changing supplier is not much. Third option, the purchased item is not important to the final quality or price of buyer's product. Fourth one, substitutes are not available. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്? ബാർഗെയിനിങ് പവർ ഓഫ് എ ബയർ ഈസ് നോട്ട് പവർഫുൾ. എപ്പോഴായിരിക്കും? വെൻ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ നോട്ട് അവൈലബിൾ അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൂടുതൽ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തില് ബാർഗെയിനിങ് പവർ ഓഫ് എ ബയർ എന്തായിരിക്കും? അത്ര പവർഫുൾ ആയിരിക്കില്ല.
ക്ലിയർ ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എടുത്തിരിക്കുന്നത് പല പല നമുക്കറിയാലോ, സെറ്റിന്റെ കൊമേഴ്സിന് ഒരുപാട് നമ്മൾ സിലബസ് അല്ലെ പല സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്നുണ്ട്. അതിലെ എല്ലാ സബ്ജക്ട്സിൽ നിന്നും കൂടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. എന്താണ് പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റെഫേർഡ് ആസ് ബ്രിട്ടൺ വുഡ് ട്വിൻസ്? ഇതിൽ ആരെയാണ് ബ്രിട്ടൺ വുഡ് ട്വിൻസ് എന്ന് അറിയപ്പെടുന്നത്? എന്തായിരിക്കും നോക്കാം. ഓപ്ഷൻ എ IMF ആൻഡ് WTO അല്ലെ. എന്താണ് IMF ആൻഡ് WTO എന്നൊക്കെ പറയുന്നത്? എന്തായിരിക്കും? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഓപ്ഷൻ എ അല്ലെ. ദെൻ IMF ആൻഡ് IBRD, ഇൻഡസ്ട്രിയൽ ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ സി IMF ആൻഡ് GARD. Then option D IBRD and IDA. ഇതിലേതാണ് ബ്രിട്ടൺ വുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്നത്? ഇതിലേത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ബി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, IMF ആൻഡ് IBRD. ഓക്കെ, ഇതെന്നാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്? അതായത് ബ്രിട്ടൺ വുഡ് കോൺഫറൻസ് നടന്നിരിക്കുന്ന വർഷം ഓർത്തു വെച്ചോളൂ, 1944 അപ്പൊ ഈ ബ്രിട്ടൺ വുഡ് ട്വിൻസ് എന്ന് പറയുന്നത് അതായത് രണ്ട് ഒരു മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ് ആണ്. എവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്? ക്രിയേറ്റഡ് അറ്റ് ദി ബ്രിട്ടൺ വുഡ്സ് കോൺഫറൻസ് ഇൻ 1944. ആരാണ് ഈ രണ്ടുപേര്? IMF ആൻഡ് IBRD. ഈ IBRD എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ബാങ്ക് ആണ്. അതിനെ പറയുന്നതാണ് IBRD. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരാം, അപ്പൊ അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Fourth one. Which of the following item is not shown in the balance sheet? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റും ആണ് അല്ലെ. നമുക്കറിയാലോ ഒരു ബാലൻസ് ഷീറ്റ് എന്താണ് എന്നുള്ളത്. നമുക്കറിയാം ഒരു ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ കാണിക്കുന്നു. ഇതിൽ ഏത് ഐറ്റം ആണ് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്താത്തത് അല്ലെ? കാണിക്കാത്ത ഒരു ഐറ്റം ഇതിൽ വരുന്നുണ്ട്. ഓപ്ഷൻ എ ഫിക്സഡ് അസറ്റ്സ്, ഓപ്ഷൻ ബി ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഓപ്ഷൻ സി ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഓപ്ഷൻ ഡി ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ ഏതായിരിക്കും? നമുക്കറിയാം ബാലൻസ് ഷീറ്റ് ഇറ്റ്സ് എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്? മെയിൻലി പ്രിപ്പയർഡ് ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് ആണല്ലോ. അപ്പോ ബാലൻസ് ഷീറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒരു ബിസിനസ്സിലെ എന്താണ്? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഫിക്സഡ് അസറ്റ്സ് അല്ലെ അസറ്റ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അതൊരു ഫിക്സഡ് അസറ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കറന്റ് ലയബിലിറ്റി ആണ്. അപ്പൊ ഏതാണ് റൈറ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിലല്ല കാണിക്കുന്നത്, എവിടെയാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് കാണിക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽസ്. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്? നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്? സെയിൽസ് ലെസ് പർച്ചേസ്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി നെറ്റ് സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓപ്ഷൻ സി നെറ്റ് പ്രോഫിറ്റ് ലെസ് എക്സ്പെൻസ്, ഓപ്ഷൻ ഡി സെയിൽസ് ലെസ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്? ഇതിന് ഏതാണ് തുല്യമായിട്ട് വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽസ് എന്താണ്? ഓപ്ഷൻ ബി നെറ്റ് സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, എന്താ നെറ്റ് സെയിൽസ് അല്ലെങ്കിൽ നെറ്റ് റവന്യൂ എന്നൊക്കെ പറയും. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ സെയിൽസ് അല്ലെ മൈനസ് എന്താണ്? റിട്ടേൺസ്. അതാണ് നെറ്റ് സെയിൽസ്. എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്? അലോക്കേഷൻ ഓഫ് expenses required to produce the goods or service for sale. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കും. അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ? നെറ്റ് സെയിൽസ് അല്ലെങ്കിൽ നെറ്റ് റവന്യൂ, സെയിൽസ് മൈനസ് റിട്ടേൺസ്, അതിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് അല്ലെ. ദെൻ
add direct expenses minus എന്തായിരിക്കും closing stock, that is cost of goods sold. അപ്പൊ അതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന്. നെക്സ്റ്റ് വൺ, നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രദ്ധിക്കുക. ഷെയർസ് were issued at premium and premium is received by the company. What will be the treatment of premium at the time of forfeiture? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, കമ്പനി അക്കൗണ്ട്സിലൊക്കെ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് അല്ലെ, ഷെയർസ് ഫോർഫീറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഷെയർസ് were issued at premium and premium is received by the company. കമ്പനിക്ക് പ്രീമിയം കിട്ടിയിട്ടുണ്ട്. So what will be the treatment of premium at the time of forfeiture? അപ്പൊ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രീമിയം ആണെങ്കിൽ, പ്രീമിയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഷെയർ ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിലാണ്, പ്രീമിയം തുക കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? നോ ട്രീറ്റ്മെന്റ്. അതായത് സെയിം എന്താണ് എൻട്രി തന്നെയാണ് നമ്മൾ പാസ്സാക്കേണ്ടത്. ആസ് യൂഷ്വൽ നമ്മൾ ഫോർഫീച്ചറിന് എന്താണോ എന്ത് ചെയ്യുന്നത്, ജേർണലൈസ് ചെയ്യുന്നത് അല്ലെ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഏറ്റെടുത്തും ഷെയർ ഫോർഫീച്ചർ അല്ലെ, പിന്നെ അതിന് വേറെ കാര്യങ്ങൾ, പ്രീമിയത്തിന്റെ കാര്യങ്ങളൊന്നും അഡീഷണൽ വേണ്ട. നോ ട്രീറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ക്ലിയർ ആയല്ലോ? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയർസ് ആ പ്രീമിയം എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട എൻട്രി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് വിൽ ബി ഡെബിറ്റഡ്, ഇറ്റ് വിൽ ബി ക്രെഡിറ്റഡ്, നോ ട്രീറ്റ്മെന്റ്. ഓക്കെ, അവിടെ ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് 7th ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡാഷ് സാമ്പിളിംഗ് ഈസ് എ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇതിലേതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നതിൽ വരുന്നത്? ഓപ്ഷൻ എ സിമ്പിൾ റാൻഡം, ഓപ്ഷൻ ബി ഡെലിബറേറ്റ്, ഓപ്ഷൻ സി കൺവീനിയൻസ്, ഓപ്ഷൻ ഡി ജഡ്ജ്മെന്റ്. ഇതിലേതാണ്? 2 ടൈപ്പ് സാമ്പിളിംഗ് ഉണ്ട്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ്? പല ടൈപ്പ് ഓഫ് നോൺ പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്സ് ഉണ്ട്. ഇതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. കൺവീനിയൻസ് ജഡ്ജ്മെന്റ് ഒക്കെ എന്താണ്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഓക്കെ, അതിൽ എന്താ നടക്കുന്നത്? ഇൻ വിച്ച് റിസർച്ചർ റാൻഡംലി സെലക്ട് എ സബ്സെറ്റ് ഓഫ് പാർട്ടിസിപ്പൻസ് ഫ്രം എ പോപ്പുലേഷൻ. ആണോ? അതാണ് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു റിസർച്ചർ റാൻഡംലി സെലക്ട് ചെയ്യാണ് സബ്സെറ്റ് ഓഫ് പാർട്ടിസിപ്പൻസ് ഫ്രം എ പോപ്പുലേഷൻ. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അപ്പൊ 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായി. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്ന ഒന്നാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്താ എന്നുള്ളതും ക്ലിയർ ആയി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. ക്രിട്ടിക്കൽ പാത്ത് അല്ലെ, എന്താണ് ക്രിട്ടിക്കൽ പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ കൺസിഡറിങ് ഓൾ ദി പാത്ത് ഇൻ എ പ്രോജക്റ്റ് അല്ലെ. ഇപ്പൊ ഒരു പ്രോജക്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ പാത്ത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. എന്താണ് ക്രിട്ടിക്കൽ പാത്ത്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ കൺസിഡറിങ് ഓൾ ദി പാത്ത് ഇൻ എ പ്രോജക്റ്റ് അല്ല അല്ലെ. ഓപ്ഷൻ ബി പാത്ത് വിത്ത് ദി ലാർജസ്റ്റ് ടൈം, പാത്ത് വിത്ത് ദി ഷോർട്ടസ്റ്റ് ടൈം, പാത്ത് വിത്ത് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അപ്പൊ ഇതിലേതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, പാത്ത് വിത്ത് ദി ലാർജസ്റ്റ് ടൈം. അതായത് ഒരു പ്രോജക്റ്റിലെ ഏറ്റവും കൂടുതൽ ടൈം എടുത്തുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി ഏതാണോ ആ ഒരു പാത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പാത്ത് വിത്ത് ദി ലാർജസ്റ്റ് ടൈം. Then next one, question number 9. The proportion of profits
distributed as dividend is called. ഒന്നുകൂടി വായിക്കാം. The proportion of profits distributed as dividend is called retention ratio, dividend payout ratio, price earnings ratio, dividend yield ratio. എന്താണ് റൈറ്റ് ആൻസർ വരുന്നത്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഓപ്ഷൻ ബി ആണ് അല്ലെ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റിൽ നിന്ന് അല്ലെ നമ്മൾ എന്താണ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കുന്നത് അല്ലെ, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഓക്കെ, then question number 10. The term conversion cost consists of. എന്താണ് കൺവേർഷൻ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്? ടോട്ടൽ ഓഫ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൺവേർഷൻ കോസ്റ്റ് എന്താണ്? ടോട്ടൽ ഓഫ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ദ ടേം കൺവേർഷൻ കോസ്റ്റ് ഒന്നാമത്തെ പറയുന്നുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഫാക്ടറി ഓവർഹെഡ്. അപ്പൊ ഏതാണ് ഇതിൽ ഓപ്ഷൻ വരുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരും? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് വേജസ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് കൺവേർഷൻ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തു. മൊത്തം 10 ക്വസ്റ്റ്യൻസ് ആയി. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷനുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. Then അടുത്തത് 11th ക്വസ്റ്റ്യൻ. A budget is expressed in. ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ, നമുക്കറിയാം ബഡ്ജറ്റ് എന്താ എന്നുള്ളതൊക്കെ. എന്താണ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ഫിനാൻഷ്യൽ ടേംസ് ഓൺലി, ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ഓൺലി. ഓപ്ഷൻ സി ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്, ഡി ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. A budget is expressed in both ഫിനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് അല്ലെ. ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഫിനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ടേംസിലും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാം. അതാണ് ബഡ്ജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then question number 12. Which of the following are determinants of working capital? ഇതിൽ എന്തൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിനൻസ് ആയിട്ട് പറയുന്നത്? നമുക്കറിയാലോ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോ ഇതിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? റൈറ്റ് ആൻസർ നോക്കുക. ഓപ്ഷൻ 1 പറയുന്നത് ക്രെഡിറ്റ് പോളിസി, 2 പ്രൊഡക്ഷൻ സൈക്കിൾ, 3 നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്, 4 ഡിവിഡൻഡ് പോളിസി. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? എ, ബി, സി, ഡി. അപ്പോൾ റൈറ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഈ 4 ഫാക്ടേഴ്സും 4 കാര്യങ്ങളും എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിനൻസ് ആണ്. ഏതൊക്കെയാണ്? ക്രെഡിറ്റ് പോളിസി, പ്രൊഡക്ഷൻ സൈക്കിൾ, സൈസ് ഓഫ് ദി ബിസിനസ്, ഡിവിഡൻഡ് പോളിസി. സോ ദീസ് ആർ ദി ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, then question number 13. An activity which does not consume any resource or time is known as dash activity. അതായത് ഒരു പ്രൊജക്റ്റില് പല പല ആക്ടിവിറ്റീസുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു ടൈമും റിസോഴ്സും കൺസ്യൂം ചെയ്യാത്ത ആക്ടിവിറ്റീസുകളെ എന്താണ് പറയാ? ക്രിട്ടിക്കൽ, പ്രെഡിസിസർ, ഡമ്മി, ഫ്ലോട്ട്. എന്താണ്? നമുക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലെ. ഡമ്മി ആക്ടിവിറ്റി എന്നാ പറയാ. എന്താ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ആക്ടിവിറ്റി വിച്ച് ഡസന്റ് കൺസ്യൂംസ് എനി റിസോഴ്സസ് ഓർ ടൈം ഈസ് നോൺ ആസ് ഡമ്മി ആക്ടിവിറ്റി. ക്ലിയർ? Then question number 14. Absolute zero exists in dash scale. ഏതിലാണ് ആബ്സല്യൂട്ട് സീറോ എക്സിസ്റ്റ് ചെയ്യുന്നത്? റേഷ്യോ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇന്റർവൽ, നോമിനൽ സ്കെയിൽ. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, റേഷ്യോ സ്കെയിൽ. ഓക്കെ, അതാണ് ആബ്സല്യൂട്ട് സീറോ. എന്താ ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്?
അതായത് ഇൻ റേഷ്യോ സ്കെയിൽ the 0 points represents the absence of the attribute being measured. അതാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് ഇൻ റേഷ്യോ സ്കെയിൽ the 0 point represents the absence of the attribute being measured. അതാണ് absolute zero existing ratio scale കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then question number 15. Credit purchases are ascertained by preparing. Credit purchases are ascertained by preparing option A, total debtors account, B, bills payable account, C, purchases account, D, none of these. എങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസസ് ഏത് അക്കൗണ്ടിലൂടെയാണ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്? ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ്. ഇതിലൊന്നുമില്ല. എങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസസ് ആർ അസർട്ടൈൻഡ് ബൈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്ലിയർ? അതാണ് റൈറ്റ് ആൻസർ. അപ്പൊ ഓപ്ഷൻ എന്താണ്? നൺ ഓഫ് ദീസ് ആണ്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസസ് ആർ അസർട്ടൈൻഡ് ബൈ പ്രിപ്പയറിംഗ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്. ഇതിലില്ലാത്തത് കൊണ്ട് നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസുകൾ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ സെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർ ഈ ക്വസ്റ്റ്യൻസുകളോടൊക്കെ ഒന്ന് നോക്കുക. ഇതിന്റെ ഓപ്ഷൻസുകളും റൈറ്റ് ആൻസേഴ്സുകളും ഒക്കെ മറ്റു വരുന്ന ഓപ്ഷൻസുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്വി ലേണിംഗ് എന്ന് പറയുന്ന ഈ ആപ്പിലൂടെ നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് 10th മുതൽ അടുത്ത സെറ്റ് കോമേഴ്സ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് കോച്ചിങ് ആരംഭിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഈ നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ മറക്കരുത്. മാത്വി ലേണിംഗ് കേരള സെറ്റ് കോമേഴ്സ് ഓൺലൈൻ ബാച്ച് ലോങ് ടേം ബാച്ച് ആരംഭിക്കുകയാണ് എന്നാണ് ഓഗസ്റ്റ് 10th മുതൽ. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.